Okay, so as I said, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് ഇന്നിപ്പോൾ നോക്കാനുള്ളത്. ആൻഡ് നമ്മൾ അതിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, സോ വി ഹാവ് ഹിയർ ഇതിന്റെ നോട്ട്സ് മൊത്തം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. സോ ലെറ്റ്സ് ബിഗിൻ നൗ. സോ നമുക്ക് ആദ്യം ഈ ഒരു എന്താ പറയേണ്ടത്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? നമ്മൾ ഒരുപാടധികം മെത്തേഡ്സ് നമ്മൾ സോഷ്യൽ വർക്കിന് നമ്മൾ എന്താ പറയേണ്ടത് കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഒരുപാടധികം മെത്തേഡ്സ് നമ്മൾ അതിനകത്ത് നോക്കി. അതിൽ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്നും അതിനെ പറയുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ശരിക്കും ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സ്കോപ്പിൽ നിന്ന് നമ്മളൊന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് ദീർഘകാലം നിലനിർത്താൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് ഒരു സംവിധാനം വേണം. ശരിക്കും ഈ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന എല്ലാ തരം സോഷ്യൽ വർക്കിനെയും നിയന്ത്രിക്കുന്ന ഒരു 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 എന്താ പറയേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു 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 മാനദണ്ഡം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ഒരുപാടധികം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരും, വെൽഫെയർ ബോർഡ്സ് വരും, കോർപ്പറേഷൻസ് ഉണ്ട്, സോഷ്യൽ വെൽഫെയർ ഏജൻസീസ് ഉണ്ട്, NGOs ഉണ്ട് അല്ലെ, ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അധികം ഓർഗനൈസേഷൻസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ആയിരുന്നാലും ശരി, നാഷണൽ ലെവൽ ആയാലും എന്താ പറയേണ്ടത്, ഒരുപാടധികം വെൽഫെയർ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാംസ് എങ്ങനെയാണ് ഇതെല്ലാം ശരിക്കും നടത്തി കൊണ്ടുപോകുന്നത് മുമ്പോട്ട്, ആൻഡ് അതേപോലെ ഈ പ്രോഗ്രാംസ് നടത്തുമ്പോഴത്തേക്ക് വരുന്ന പ്രശ്നങ്ങൾ അതിനെ എങ്ങനെ പരിഹരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെ എന്താ പറയണ്ടേ, ഈ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ശരിക്കും അതെല്ലാം നോക്കി മുമ്പോട്ട് നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, കോൺസെപ്റ്റ് എന്താണ് ഈ ഒരു സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ കോൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ ഓൾറെഡി ഞാനിപ്പോ പറഞ്ഞു, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പം സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് തന്നെയാണ്. ആൻഡ് പ്രധാനമായിട്ട് ഈ കമ്പോണന്റ് എന്താണ് ചെയ്യുന്നത്, ഒരു സ്ട്രക്ചർ നൽകുകയാണ്. എങ്ങനെയാണ് സോഷ്യൽ വെൽഫെയർ സർവീസിന്റെ ഡെലിവറി നടത്തുക. അപ്പൊ സോഷ്യൽ വെൽഫെയർ സർവീസിന്റെ ഡെലിവറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെയല്ലേ ശരിക്കും സോഷ്യൽ സർവീസ് നടപ്പാക്കുന്നതാണ് ഈ ഒരു സർവീസ് ഡെലിവറി എന്ന ആ ഒരു ടേം കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഓരോ സ്കീംസ് നടപ്പാക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം. അപ്പൊ ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് എന്തിനുള്ള പ്രോസസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോർ ഇംപ്ലിമെന്റിങ്, മാനേജിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് വെൽഫെയർ പ്രോഗ്രാംസ്. അപ്പൊ പ്രധാനമായിട്ട് എവിടെയൊക്കെയാണ് ഇതിന്റെ ആ ഒരു ഈ ഒരു സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷന്റെ ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റ് എവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്കോപ്പ് നോക്കിയേ. അതിനെ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്, പ്രോഗ്രാംസ് മാനേജ് ചെയ്യുന്നതിന്, ആൻഡ് പ്രോഗ്രാംസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ സോഷ്യൽ വർക്കിന്റെ പ്രോഗ്രാംസിന്റെ ഇവാലുവേഷൻ ഒരു പക്ഷേ അതിന്റെ അവസാനം ആയിരിക്കില്ല ഒരു പക്ഷേ ഈ ഇവാലുവേഷൻ നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഇവാലുവേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഡൈനാമിക് ആണ് അല്ലെ. സൊസൈറ്റി ഒരേ കണക്ക് നിലനിൽക്കുന്നില്ല. അപ്പൊ സൊസൈറ്റിയിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം എന്താ പറയേണ്ടത്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ നോക്കിയാല് ഇന്ന് അവര് തീരുമാനമിട്ട് തറക്കല്ലിടുന്ന ഒരു റോഡ് 10 വർഷത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ ആ റോഡ് നിലവിൽ വരുന്നത്. അപ്പോൾ ആ 10 വർഷത്തിന് ശേഷം അത് നിലവിൽ വരുമ്പോഴത്തേക്ക് അന്നത്തെ ജനതയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റോഡായി പോകും. കാരണം അതിനൊന്നുകിൽ വീതി കാണത്തില്ല, അല്ലെങ്കിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, ജനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ദിവസേന ഒരു ഒറ്റ രാത്രി കൊണ്ട് കോവിഡ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സൊസൈറ്റിയിൽ എന്തെല്ലാം ചേഞ്ചസ് അവിടെ വന്നു എന്ന് നോക്ക്. അപ്പൊ അതുവരെ നടത്തിക്കൊണ്ടിരുന്ന സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഒരു പക്ഷേ മാറ്റി മറ്റൊരു രീതിയിൽ നടത്തിക്കൊണ്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ ആ ഒരു കംപ്ലീഷന് വേണ്ടി പോലും വെയിറ്റ് ചെയ്യാതെ
അതിന്റെ ഇടയിൽ ചേഞ്ചസ് വരുത്തേണ്ടി വന്നാൽ അവിടെ ചേഞ്ചസ് കൊണ്ടുവരണം. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് പ്രോസസ്, ആൻഡ് ഇത് ഉറപ്പുവരുത്തുന്ന എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ, മാനേജ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിന്റെ. ഓക്കെ, നൗ it aims to coordinate efforts of social workers. Social workers ആണ് at the heart of social work എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് സോഷ്യൽ വർക്കിന്റെ ഏജൻസീസ് ഉണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം കമ്മ്യൂണിറ്റീസും അവിടെയുണ്ട്. കമ്മ്യൂണിറ്റീസിന് ആണല്ലോ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം സോഷ്യൽ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ വൾണറബിൾ ആയിട്ടുള്ള, എപ്പോഴും നമ്മൾ ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം. വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ, ആ ഒരു പോപ്പുലേഷന്റെ വെൽബീങ് ആണ് എപ്പോഴും കണക്കിലെടുക്കുക, എപ്പോഴും നോക്കുക. വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷനെ എങ്ങനെ മുൻനിരയിലേക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ളതൊക്കെ ശരിക്കും നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അതിന്റെ ആ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഈ കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് സോഷ്യൽ വർക്ക് തന്നെ നമ്മൾ കംപ്ലീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു സയന്റിഫിക് ആൻഡ് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് തന്നെയാണ്. ഇപ്പൊ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്കും കയറി ഒരു സോഷ്യൽ വർക്കർ ആകാനായിട്ട് കഴിയില്ല. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ചില അസോസിയേഷൻസിന്റെ ഭാഗമാകേണ്ടതായിട്ടുണ്ട്, ഒരു ലൈസൻസിങ് പോലെയൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താ നോക്കുന്നത്? Based on scientific management principles and systematic research based methods. അപ്പൊ അതാണ് സയന്റിഫിക് ആണ്, പ്രൊഫഷണൽ അപ്രോച്ച് വേണം എന്ന് പറയുന്നത്. സോഷ്യൽ വർക്ക് ഇസ് ഓൾവേസ് ബേസ്ഡ് ഓൺ റിസർച്ച്. റിസർച്ചിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ആ ഒരു സോഷ്യൽ വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അത് നടത്തി കൊണ്ടുവരുന്നതും. സോ ഇതെല്ലാം ഈ ഒരു വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടാണ് ഈ സോഷ്യൽ വർക്കിന്റെ റിസർച്ച് നടക്കുന്നത്. And then professional activity aligned with social work ethics. സോഷ്യൽ വർക്കിന്റെ എത്തിക്സ് ഉണ്ട്, അല്ലെ? നമ്മളത് പഠിച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സോഷ്യൽ വർക്കർ ഫോളോ ചെയ്യേണ്ട എത്തിക്സ്, സോഷ്യൽ വർക്കില് ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ട ആ ഒരു എത്തിക്സ് ഉണ്ട്. ആൻഡ് മറ്റൊരു ഫോക്കസ് എന്ന് പറയുന്നത് ഇസ് ഓൺ അസസ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് ഔട്ട്കം ഇവാലുവേഷൻ. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ administrators, they possess specialized skills. അപ്പോ എന്താ പറയേണ്ടത്? സോഷ്യൽ വർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നവർക്ക് പ്രത്യേകം സ്കിൽസും ട്രെയിനിങ്ങും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക ആൻഡ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുന്നതും അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അതും വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് ശരിക്കും അവിടെ നടക്കുന്നത്. അപ്പോ ഓൾ ദിസ് പ്ലാനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 10 പേർക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സംഗതി അല്ല ഇവിടെ നടക്കുന്നത്. ഒരു പക്ഷേ ഒരു സ്റ്റേറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒക്കെ ആയിരിക്കും ആ ഒരു എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ നോക്കിയേ. ആൻഡ് ഓർഗനൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സംഗതികളും, എല്ലാ റിസോഴ്സസും ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ച് അതിനെ നടപ്പാക്കി എടുക്കുന്ന കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് മറ്റൊരു ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ്റെത് ഇസ് അഡ്രസ്സിങ് വൾണറബിൾ ഗ്രൂപ്പ്സ്. ഇത് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, അത് സ്പെസിഫിക്കലി നമ്മുടെ രാജ്യത്ത് ഫോക്കസ് ചെയ്യുന്നത് ഓൺ വിമൻ, ഓൺ ചിൽഡ്രൻ, ഡിസേബിൾഡ്, എൽഡർലി ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി. അപ്പൊ നോക്ക്, ഈ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ജസ്റ്റ് ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് മാത്രമല്ല ഉള്ളത്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അതിന്റെ ഭാഗമാണ്. എന്നാൽ എൽഡർലി, ഡിസേബിൾഡ്, ചിൽഡ്രൻ ആൻഡ് വിമൻ ആർ വൾണറബിൾ. വൾണറബിൾ ടു വാട്ട്? അവര് ദേ ആർ വൾണറബിൾ ടു എ ലോട്ട് ഓഫ് തിങ്സ്, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഇത് വൾണറബിൾ ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് തന്നെയാണ് അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത്. ആൻഡ് ആ നിയമങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പോ ഈ ഒരു വൾണറബിൾ ഗ്രൂപ്പ്സിനെ അഡ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇറ്റ് എയിംസ് ടു മിറ്റിഗേറ്റ് ബാരിയേഴ്സ് പ്രിവെന്റിംഗ് ആക്സസ് ടു ബേസിക് സർവീസസ്, എൻഷുറിംഗ് ഇക്വിറ്റബിൾ ആക്സസ്. അതൊരു ഭാഗമാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാരിയർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് അവരുടെ ബേസിക് സർവീസസ് അവർക്ക് എന്താ പറയേണ്ടത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഫ് ദർ ഇസ് എനി പ്രോബ്ലം, അതിനെ ബാരിയേഴ്സിനെ മിറ്റിഗേറ്റ് ചെയ്യുക, ഇല്ലാതാക്കി എടുക്കുക എന്നുള്ളത്. ആൻഡ് മറ്റൊരു സംഗതി റിസോഴ്സസ് കോർഡിനേറ്റ് ചെയ്യുക. അതിനകത്ത് ഫിനാൻഷ്യൽ എയ്ഡ് വരും,
ഹെൽത്ത് കെയർ വരും, ഹൗസിംഗ് വരും, ആൻഡ് എഡ്യൂക്കേഷനും അതിനകത്ത് വരും. ഇപ്പൊ എഡ്യൂക്കേഷൻ ബേസിക്കലി കൊണ്ടുവരുന്നത് ആ ഒരു ലോങ് ടേം എംപവർമെന്റും ഇൻക്ലൂഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇൻക്ലൂഷൻ എന്ന് നമ്മളോട് ഉദ്ദേശിക്കുമ്പോൾ ഒരു പക്ഷേ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ കേരളം വിടുക, കേരളത്തിന് പുറത്ത് നമ്മൾ പല സ്ഥലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു പക്ഷേ ലഭിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കാത്ത സംസ്ഥാനങ്ങളും സ്ഥലങ്ങളും കമ്മ്യൂണിറ്റീസും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് അടുത്ത ഒന്ന് നോക്കിയാണെന്നുണ്ടെങ്കിൽ ദേ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ പോളിസീസ് പുട്ട് ഇൻ ടു ആക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ ട്രാൻസ്ലേഷൻ ഓഫ് പോളിസീസ് അവിടെ നിലവിലുണ്ട്. ഈ പോളിസിയെ ബേസ് ചെയ്ത് ആരെങ്കിലും ആക്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ അത് പ്രാക്ടീസിൽ അല്ലെങ്കിൽ നേരിട്ട് ഉപയോഗം വരുള്ളൂ. അത് ആ പോളിസി എഴുതി നമ്മൾ മടക്കി പൊതിഞ്ഞ് അവിടെ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലെ. ആ ഒരു പോളിസി അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് ദേ ഷുഡ് ബി സംബഡി ടു പുട്ട് ദ പോളിസി ഇൻ ടു പ്രാക്ടീസ്. അഗെയിൻ social welfare administration comes to the rescue of all these policies that are stored away എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണ് ഇതിന്റെ കീ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ട്രാൻസ്ലേറ്റിംഗ് സോഷ്യൽ വെൽഫെയർ പോളിസീസ് ഇൻ ടു പ്രാക്ടിക്കൽ ഇനിഷ്യേറ്റീവ്സ്. അപ്പൊ പോളിസി ഓൾറെഡി അവിടെ ഉണ്ട്. പോളിസി ഒരു പക്ഷേ ഗവൺമെന്റ് തലത്തിലോ ഒക്കെ തീരുമാനിച്ച് വെച്ചേക്കുന്ന പോളിസീസ് അവിടെ ഉണ്ട്. അത് പ്രാക്ടിക്കൽ ആക്കി എടുക്കുക. അപ്പോ തിങ്ക് അബൌട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ സോഷ്യൽ വർക്കർ എന്നല്ല അവരെ വിളിക്കുന്നത്. ഇൻസ്റ്റെഡ് വി കോൾ ദം അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഉറപ്പുവരുത്തുന്നത് ഈ പോളിസീസ് ഒക്കെ നടപ്പിലാക്കുന്ന ആൻഡ് ആരെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഉദ്ദേശിച്ച ബെനഫിഷ്യറീസിന് അതിന്റെ ബെനഫിറ്റ്സ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം they again manage resources and addresses logistical challenges across diverse regions for practical service delivery. പലപ്പോഴും ലോജിസ്റ്റിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റിസോഴ്സസ് ഒരു പക്ഷെ കൊണ്ടുപോകുന്നതാകാം. റിസോഴ്സസ് കുഡ് ബി മണി, റിസോഴ്സസ് ചിലപ്പം ആൾക്കാരാകാം. റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് ആവശ്യമായ എന്തുമാകാം. ഇതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കുന്നത്, ആ ഒരു റിസോഴ്സസിന്റെ മൊബിലൈസേഷൻ എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഫൈനാൻഷ്യൽ അസറ്റ്സ് മാനേജ് ചെയ്യുന്നതുണ്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ വെൽഫെയർ പ്രോഗ്രാംസ്. പല വെൽഫെയർ പ്രോഗ്രാംസ് നടത്തുന്നതിന് അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ വേണം അല്ലെ. അപ്പൊ ഇതെല്ലാം വേണം, ഫൈനാൻഷ്യൽ വേണം, ഹ്യൂമൻ ക്യാപിറ്റൽ വേണം, ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടാകണം. And they focus on recruiting, training and supervising social workers, volunteers and staff. അപ്പൊ ഇവിടെ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്, മറ്റ് അനേകം സ്റ്റാഫ് ഉണ്ട്. അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ ട്രെയിനിങ് ആൻഡ് ട്രെയിനിങ്ങിന് ശേഷമുള്ള അവരുടെ സൂപ്പർവിഷൻ, ഇതെല്ലാം സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആൻഡ് ദേ ക്രിയേറ്റ് എ സപ്പോർട്ടീവ് എൻവയൺമെന്റ് ടു എൻഹാൻസ് സർവീസ് ക്വാളിറ്റി ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ആ ഒരു വർക്കേഴ്സിന്റെ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് ഉറപ്പുവരുത്തുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു സർവീസ് ക്വാളിറ്റി, അപ്പൊ ഇതൊരു സർവീസ് ആണല്ലോ ഈ ചെയ്യുന്നത്, ആ സർവീസ് ഒരു എന്താ പറയേണ്ടത്, ക്വാളിറ്റി സർവീസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ശരിക്കും ഒരു ലോങ് ടേമിൽ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സർവീസ് ആയിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഒന്ന് ഫൈനലി വി കം ടു ദിസ്, അതായത് ഈ ഒരു സ്കോപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സോഷ്യൽ ഡെവലപ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആകരുത്, സസ്റ്റൈനബിൾ ആയിരിക്കണം. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ദീർഘനാള് അത് നിലനിർത്താൻ കഴിയുന്ന ഒന്നായിരിക്കണം ഈ എന്താ പറയേണ്ടത് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അതിന്റെ ഗോൾ എന്താണ്? ടു ഫോസ്റ്റർ ലോങ് ടേം പോസിറ്റീവ് ചേഞ്ച് അഡ്രസ്സിംഗ് ബോത്ത് ഇമ്മീഡിയറ്റ് ആൻഡ് സസ്റ്റെയിൻഡ് കമ്മ്യൂണിറ്റി നീഡ്സ്. ഓക്കെ, അപ്പൊ നോക്ക്, വയനാട്ടിൽ നമുക്ക് ആ ഒരു ഫ്ലഡിന്റെ പ്രശ്നം വന്ന സമയത്ത് അവിടെ ഇത് രണ്ടും വേണം അല്ലെ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസ് അവർക്ക് അവിടെ വേണം, ആൻഡ് അറ്റ് ദ സെയിം ടൈം അവർക്ക് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള അസിസ്റ്റൻസും അവർക്ക് അവിടെ ലഭ്യമാകണം. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഭക്ഷണം, താമസിക്കാനുള്ള സ്ഥലം, വസ്ത്രം, ഇതൊക്കെയാണ് ഇമ്മീഡിയറ്റ്. ലോങ് ടേം എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ച് അവർക്ക് അവരുടെ ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിലേക്ക് പോകാനായിട്ട് കഴിയുക എന്നുള്ളത്.
അതാണ് സസ്റ്റൈനബിൾ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്ന് പറയുന്നത്. ആൻഡ് കൊളാബറേറ്റ്സ് വിത്ത് ഗവൺമെന്റൽ, നോൺ ഗവൺമെന്റൽ ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഫോർ ഷെയർഡ് ഗോൾസ്. നോക്ക്, പല കമ്മ്യൂണിറ്റീസിനും, ഇനി അതല്ലെങ്കിൽ NGOs നമ്മൾ നോക്കിയിരുന്നാലും ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് തന്നെ ആയിരുന്നാലും ഒരുപാടധികം കോർപ്പറേറ്റ്സ് ഒക്കെ അവരുടെ CSR, എന്താ പറയണ്ട, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഒത്തിരി അധികം സോഷ്യൽ സർവീസ് അവര് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അവര് സോഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പക്ഷേ അവര് ഒന്നുകിൽ ഒരു ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ അവര് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അവിടെ കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോ അവര് നേരിട്ട് അവിടെ വന്നൊന്നും ചെയ്യില്ല. അവര് ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു വെൽഫെയർ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്ത് ഒരു പക്ഷേ അതിന് ആവശ്യമായ സാമ്പത്തിക സഹായം അവിടെ കൊടുക്കുകയായിരിക്കും അത് മിക്കവാറും ചെയ്യാം. അപ്പൊ അതെല്ലാം എന്താ പറയേണ്ടത്, കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുവരണം. അതാണ് ഇവരുടെ മറ്റൊരു പണി എന്ന് പറയുന്നത്. ദേ ഹാവ് ടു കൊളാബറേറ്റ് വിത്ത് ഓൾ ദീസ് പീപ്പിൾ. ഇപ്പം ഗവൺമെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരുന്നത് പലപ്പോഴും സൊസൈറ്റിയിൽ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒരു പോളിസി ലെവൽ ചേഞ്ച് ഒക്കെ വരുത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് ഗവൺമെന്റ് ലെവലിൽ അവര് ലോബിങ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അടുത്തത് വി വിൽ ലുക്ക് അറ്റ് ദ സ്കോപ്പ് ഓഫ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു സ്കോപ്പ് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇൻവോൾവ്സ് ഡെലിവറിങ് സോഷ്യൽ സർവീസസ് ടു മീറ്റ് സൊസൈറ്റിയൽ നീഡ്സ്. ഇതാണല്ലോ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ഒരു സംഗതി. പ്രത്യേകിച്ചും ആ ഒരു വൾണറബിൾ, ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോ അതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? പ്ലാനിങ് വരുന്നു, എക്സിക്യൂട്ടിംഗ് വരുന്നു, ഇവാലുവേറ്റിംഗ് സോഷ്യൽ പോളിസീസ് വരുന്നു, ആൻഡ് സോഷ്യൽ പ്രോഗ്രാംസ് വരുന്നു, എല്ലാം ടു പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ. അങ്ങനെ നമ്മൾ ഇത് എന്താ പറയണ്ടേ, ഇതിനകത്ത് വരുന്ന പ്ലാനിങ്, എക്സിക്യൂഷൻ, ഇവാലുവേഷൻ ഓഫ് സോഷ്യൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പോ അതൊക്കെയാണ് ഇതിന്റെ സ്കോപ്പിൽ പെടുന്നത്, ഈ ഒരു സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ. ഈ സ്കോപ്പിനെ രണ്ട് പ്രൈമറി അപ്രോച്ചസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഒന്ന് POSDCORB, ഓക്കെ, POSDCORB വ്യൂ. അത് മറ്റൊന്ന് ഇന്റഗ്രൽ വ്യൂ ആണ്. അപ്പൊ ഈ രണ്ട് വ്യൂസ് ആണ് ശരിക്കും അതിന്റെ ആ ഒരു സ്കോപ്പ്, അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പിനെ ഈ രണ്ട് വ്യൂസിൽ നമുക്ക് നോക്കാം. ഈ രണ്ട് രീതിയിലും അതിന് പ്രവർത്തിക്കാം എന്നുള്ളതാണ്. സോ വി വിൽ ലുക്ക് അറ്റ് ദാറ്റ്. സോ വാട്ട് ഈസ് ദിസ്? ഈ POSDCORB എന്ന് പറയുന്നത്, P stands for planning, അതൊരു അക്രോണിം ആണ്. P for planning, O for organizing, S for staffing, D for directing, and CO for coordinating, R for reporting, and B for budgeting. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഈ ഒരു വ്യൂവിലുള്ളത്. അപ്പൊ ദിസ് വ്യൂ, ഇതാണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വ്യൂ, അല്ലെങ്കിൽ ഒരു മാനേജറിയൽ അപ്രോച്ച് ടു സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. നോക്കി, ഇത് കംപ്ലീറ്റ് മാനേജിങ് അല്ലേ, കംപ്ലീറ്റ് ആ സോഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് നിലനിർത്തി കൊണ്ടുപോവുക. സോ ഈ ഒരു അപ്രോച്ച് ശരിക്കും ഇത് ഡെവലപ്പ് ചെയ്തത് വൺ വാസ് ലൂതർ ഗുലിക്. ഓക്കെ, ആൻഡ് മറ്റനേകം പേരും ഇതിനകത്തുണ്ട്. ഇതിന്റെ ആ ഒരു ഇതാണ് ഈ ഒരു പേര്, ലൂതർ ഗുലിക്. ഇപ്പൊ ചോദിച്ചില്ല ആരാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പൊ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിനകത്ത് കോർ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിൽ മാത്രമാണ് ഇതിന്റെ ഫോക്കസ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇന്റഗ്രൽ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഗോസ് ബിയോണ്ട് ദി അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്താണ് അതെന്ന് നോക്കാം. സോ പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പ്ലാനിങ്? ഒരു എന്താ പറയേണ്ടത്, ഡെവലപ്പ് ആൻ ഔട്ട്ലൈൻ ഓരോ ടാസ്കിന്റെയും, ആൻഡ് ആ ഓരോ ടാസ്കും അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കാൻ പോകുന്നത്, അതാണ് പ്ലാനിങ് സ്റ്റേജിൽ നടക്കുന്നത്. ഇപ്പം ഓർഗനൈസിങ് സ്റ്റേജിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയേണ്ടത്, അതിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ രൂപീകരിച്ച് കൊണ്ടുവരുന്നു, ഓരോരുത്തരുടെ റോൾസ് അവിടെ ഡിഫൈൻ ചെയ്യുന്നു, ആൻഡ് റിസോഴ്സസിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു എന്നുള്ളത്. ഇനി സ്റ്റാഫിങ്ങിനാണ് S. സ്റ്റാഫിങ്ങിൽ നമുക്കറിയാം റിക്രൂട്ടിംഗ് ആൻഡ് ട്രെയിനിങ് പേഴ്സണൽ ഫോർ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഓരോ പ്രോഗ്രാംസിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് ട്രെയിനിങ് കൂടെ ചെയ്തെടുക്കണം. ആൻഡ് പിന്നെ വരുന്നു ഡയറക്റ്റിംഗ്. അപ്പൊ ലീഡർഷിപ്പ് കൊടുക്കുക,
തീരുമാനങ്ങൾ എടുക്കുക, സ്റ്റാഫിന് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുക. പിന്നെ വരുന്നത് കോർഡിനേറ്റിംഗ്. ഡയറക്ടിങ്ങും കോർഡിനേറ്റിങ്ങും രണ്ടും രണ്ട് സംഗതികളാണ് അല്ലെ. അപ്പൊ കോർഡിനേറ്റ്, ഇപ്പം ഇത് പലപ്പോഴും നമുക്കറിയാം, വലിയ പ്രോജക്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു കൊച്ചു കൊച്ചു ഗ്രൂപ്പ്സ് ആയിട്ട് ഒരുപാടധികം ഗ്രൂപ്പായിട്ടായിരിക്കും അത് പ്രവർത്തിക്കുക. ചില പല ഏരിയാസിൽ അവർ പ്രവർത്തിക്കുന്നതായിട്ട് വരും. അപ്പൊ ഇതിനെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ഹാർമണൈസിങ് എന്ന വേർഡ് നമ്മളവിടെ ഉപയോഗിച്ചേക്കുന്നത് കണ്ടില്ലേ, എല്ലാം ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരിക. ആൻഡ് റിസോഴ്സസ് ഓരോ യൂണിറ്റ്സിന് കൊടുക്കുന്നത്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ ഒരു എന്താ പറയണ്ടേ, ചില സ്ഥലങ്ങളിൽ അവർക്ക് എന്താ ഈ ഒരു വർക്ക് നടത്തിയെടുക്കുന്നതിന് അവിടെ ചിലപ്പം പൈസ കൂടുതൽ ചിലവാകുമായിരിക്കും. അപ്പൊ കുറച്ച് ഫിനാൻഷ്യൽ റിസോഴ്സ് അങ്ങോട്ട് കൂടുതൽ കൊടുക്കണം. മറ്റു ചില സ്ഥലങ്ങളിൽ നോക്കി കഴിയുവാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അവർക്ക് ഹ്യൂമൻ റിസോഴ്സസ് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് വേണ്ടി വരിക. അപ്പോൾ അങ്ങോട്ട് ഹ്യൂമൻ റിസോഴ്സസ് കൂടുതൽ അവിടെ കൊടുക്കുക. അത് ഓരോ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ ഓരോ ഏരിയാസിന്റെ ആവശ്യം അനുസരിച്ച് ആ സെയിം പ്രോജക്റ്റിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും കൊടുക്കുക. ആൻഡ് ദെൻ കംസ് ദ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇൻഫോമിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് ആക്ടിവിറ്റീസ്, ഔട്ട്കം ആൻഡ് പ്രോഗ്രസ്. ഇതിനകത്ത് ഒത്തിരി അധികം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാകും അല്ലെ. ഗവൺമെന്റിന്റെ പങ്കാളിത്തമുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഗവൺമെന്റ് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. ആ ഒരു കമ്മ്യൂണിറ്റി ഇതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഇനി ഏതെങ്കിലും ഒരു NGO ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരും ഇതിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. അപ്പൊ ഇവരെല്ലാവരും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതിന്റെ ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ്. ആൻഡ് ദെൻ കംസ് ബഡ്ജറ്റിംഗ്. അപ്പം മാനേജിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ത്രൂ ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ്. അപ്പം അത് ആദ്യമേ കൂട്ടി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെ. ഇനി അതിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോക്കസ് ഒന്ന് ഇസ് ഓൺ മാനേജറിയൽ ആക്ടിവിറ്റീസ്, ആൻഡ് രണ്ടാമത് അത് എക്സിക്യൂഷൻ സെൻട്രിക് ആണ്, ആൻഡ് ദെൻ ഇറ്റ് ഇസ് ടെക്നിക് ഓറിയന്റഡ്. അപ്പോൾ മാനേജറിയൽ ഫോക്കസ് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം മാനേജിങ് ഫങ്ഷൻസ് തന്നെയാണ് അല്ലെ, ആ ഒരു മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ്. ആൻഡ് എക്സിക്യൂഷൻ ആണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത്. അതായത് പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്തെടുക്കുക, എന്താ പറയേണ്ടത്, ആ പോളിസീസ് നടപ്പാക്കിയെടുക്കുക, ആ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക അല്ലെ പ്ലാൻ തീരുമാനിക്കുക എന്നുള്ളതല്ല ഈ ഒരു വ്യൂവിന്റെ പ്രാധാന്യം. ഈ ഒരു വ്യൂ പ്രധാനമായിട്ട് നോക്കുന്നത് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു പ്ലാനിനെ നമുക്ക് എങ്ങനെ നടപ്പാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ആ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഔട്ട്ലൈനിങ് ടാസ്ക്സ് ആൻഡ് മെത്തേഡ്സ് ടു അച്ചീവ് ഗോൾസ്. അപ്പൊ ഇവിടെ ഗോൾസ് ഇതിന് മുന്നേ തീരുമാനിച്ചു. ആ ഗോൾസ് ഇനി നേടിയെടുക്കാനായിട്ടുള്ള ടാസ്കും മെത്തേഡ്സും നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. അതാണ് എക്സിക്യൂഷൻ സെൻട്രിക് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ടെക്നിക് ഓറിയന്റഡ്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ഫംഗ്ഷനും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്സിനെയാണ് അത് അഡ്രസ് ചെയ്യുന്നത്, ആ ഒരു മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ഓക്കെ. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് പ്രവർത്തിച്ച വ്യക്തികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യൂ അഡ്വക്കേറ്റ് ചെയ്ത ആൾക്കാര്, ഒന്ന് ഹെൻറി ഫയോൾ ഇസ് ദേ, ലൂതർ കുലിക് ഇസ് ദേ, ആൻഡ് എൽ ബോബി. ഇവര് മൂന്ന് പേരും ഇതിന്റെ മെയിൻ പ്രൊപ്പോണൻസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഈ ഒരു വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ പറയുന്നത് ഇറ്റ് അലൈൻസ് വിത്ത് narrow view of administration focused on the efficient functioning of an organization's internal operations. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇവിടെ ഒരു നാരോ വ്യൂ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് മാത്രം അല്ലെ ഒറ്റ രീതിയിൽ മാത്രമേ ഇതിനെ നോക്കുന്നുള്ളൂ. അപ്പൊ ഇത് ഒരു എന്താ പറയണ്ടേ, അതിന്റെ ആ ഒരു നടത്തിപ്പ്, അതാണ് ഇന്റേണൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കൃത്യമായ നടത്തിപ്പിൽ മാത്രമാണ് ഈ ഒരു വ്യൂ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്കോപ്പ് കൊണ്ടുവന്ന് എത്തുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് ശരിക്കും ഇതിനെ ആ ഒരു ഇന്റഗ്രൽ വ്യൂവിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അത് ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റ് എന്താ ശരിക്കും? അപ്പൊ ഇന്റേണൽ ഓപ്പറേഷൻസ്, അതിന്റെ നടത്തിപ്പ്, ആക്ച്വൽ നടത്തിപ്പ്, അതിൽ മാത്രം ഫോക്കസ്ഡ് ആണ്. ഓക്കെ.
ഇനി എന്താണ് ഈ ഇന്റഗ്രൽ വ്യൂ ഓഫ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ? ഇപ്പം ഇന്റഗ്രൽ വ്യൂ ആക്ച്വലി ആ ഒരു വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് കുറെ കൂടെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് വലുതാക്കി കാണിക്കുകയാണ്. ജസ്റ്റ് മാനേജറിയൽ ഫങ്ഷൻസ് മാത്രമല്ല, ഇറ്റ് ഗോസ് വേ ബിയോണ്ട് ദ മാനേജറിയൽ ഫങ്ഷൻസ് എന്നുള്ളതാണ്. അപ്പോ അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യണം ഇൻ എ ഹോളിസ്റ്റിക് മാനർ. ഇപ്പൊ സോഷ്യൽ പ്രോബ്ലംസ് ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡിൽ നിന്നും നോക്കണം. ഒരു പക്ഷേ ഈ ഒരു സോഷ്യൽ പ്രോബ്ലം ഇനി ഉണ്ടാകാതെ തടയുക എന്നുള്ള ആ ഒരു നിലയിലേക്ക് വന്നെത്തണം. അതാണ് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ അവിടെ വേണം എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് അറ്റ് ദ സെയിം ടൈം ആ ഒരു ഹ്യൂമൻ, ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസോഴ്സസ് എന്താ പറയേണ്ടത് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇന്റഗ്രൽ വ്യൂവിൽ ഇത് രണ്ടും ഉണ്ട്. സോഷ്യൽ വെൽഫെയർ പ്രോബ്ലം ഒന്ന് നോക്ക്, നമ്മള് നേരത്തെ നോക്കിയ വ്യൂവില് ഈ 3 സംഗതികളും ആണ് അതിനകത്ത് പ്രധാനമായിട്ട് കാണിക്കുന്നത് അല്ലെ? ആ ഹ്യൂമൻ, ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസോഴ്സസ് എന്നുള്ളത്. ഇവിടെ നോക്കിയാൽ ആ സോഷ്യൽ പ്രോബ്ലത്തിനെ കൂടെ എടുത്ത് അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്റഗ്രൽ വ്യൂ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വ്യൂവിൽ ജസ്റ്റ് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് മാത്രമല്ല, ബട്ട് എന്താ പറയണ്ടേ, ആ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിന്റെ ഒരു 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 കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ഇൻകോർപ്പറേഷൻ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇതിന്റെ കമ്പോണൻസ്? അപ്പൊ ഈ ഒരു ഇന്റഗ്രൽ വ്യൂ നടന്നു കിട്ടണമെങ്കിൽ വാട്ട് ആർ ദ കമ്പോണൻസ്? ഒന്ന്, സോഷ്യൽ പ്രോബ്ലംസ്. കാരണം നമുക്കറിയാം, നമ്മൾ നേരത്തെ നോക്കിയ വ്യൂവിൽ സോഷ്യൽ പ്രോബ്ലംസ് ഇല്ല, ഇവിടെ നമുക്ക് സോഷ്യൽ പ്രോബ്ലംസ് വേണം. സോ എന്തിനാണ്? ഐഡന്റിഫൈ ആൻഡ് അസസ് ഇഷ്യൂസ് ലൈക്ക് പോവർട്ടി, ഇൽ ഹെൽത്ത്, അൺഎംപ്ലോയ്മെന്റ്, ക്രൈം, ഇങ്ങനെയൊക്കെയുള്ളത്. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഒരു കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ആ ഒരു ഇഷ്യൂ എങ്ങനെയാണത് വന്നത്, എങ്ങനെ ആ ഒരു ഇഷ്യൂ നമുക്ക് തടയാം. ഇപ്പം ക്രൈം ആയിരുന്നാലും ശരി, അൺഎംപ്ലോയ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, അത് വന്നത് എന്തുകൊണ്ടാണ്? എംപ്ലോയ്മെന്റ് ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? എംപ്ലോയ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരണം അല്ലെ എന്നുള്ളത്. അപ്പോ ഇത് സോഷ്യൽ പ്രോബ്ലംസിന്റെ എക്സാമ്പിൾസ് മാത്രം നമ്മൾ ഇവിടെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. സോ സോഷ്യൽ പ്രോബ്ലംസ് വേണം ഈ ഒരു ഇന്റഗ്രൽ വ്യൂ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ. പിന്നെ വേണ്ടത് സോഷ്യൽ സർവീസസ് ആണ്. സോഷ്യൽ സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇസ് ഓൺ പ്രൊവൈഡിങ് എസെൻഷ്യൽ സർവീസസ്. എസെൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പം ഹെൽത്ത് കെയർ വരും, എഡ്യൂക്കേഷൻ വരും, ഹൗസിംഗ് അതിന്റെ ഭാഗമായിട്ട് വരും. ഇതെല്ലാം എന്താ പറയേണ്ടത്, ആ ഒരു പബ്ലിക്കിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ സോഷ്യൽ സർവീസസ് നടക്കുന്നത്. മൂന്നാമതൊന്ന് വേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റിയാണ്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് തന്നെ ദേ വിൽ ബി മെനി മെക്കാനിസംസ് ആ ഒരു സോഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോ ഒരു പക്ഷേ എന്താ പറയേണ്ടത്, അൺഎംപ്ലോയ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഡിസബിലിറ്റിക്കുള്ള ആ ഒരു ഇൻഷുറൻസ്, ഇനി അതും അല്ലെങ്കിൽ ഓൾഡ് ഏജിനുള്ള ഒരു പെൻഷൻ, ഇനി അതും അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, എല്ലാ സിറ്റിസൺസിനും ഒരു സേഫ്റ്റി നെറ്റ്. എന്താ പറയണ്ടേ, എന്തെങ്കിലും ഒരു 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 ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ നെറ്റ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ കംസ് ദ സോഷ്യൽ പോളിസി. സോഷ്യൽ പോളിസി ഇപ്പൊ കണ്ട എവിടെയാണ് ഇന്റഗ്രൽ വ്യൂവില് സോഷ്യൽ പോളിസിയും കൂടെ അവിടെ വരുന്നത്. കാരണം ദേ വിൽ, ഈ ഒരു വ്യൂവില് പോളിസീസ് വിൽ ബി ഡെവലപ്ഡ് എന്നുള്ളതാണ്. അപ്പൊ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനാ? ആക്ച്വലി സോഷ്യൽ ഇഷ്യൂസിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു റൂട്ട് കോസിനെ എലിമിനേറ്റ് ചെയ്ത് എന്താ പറയണ്ടേ, ആ ഒരു വെൽഫെയറിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക. അതിന് പലപ്പോഴും നിയമനിർമ്മാണം നടത്തേണ്ടതായിട്ട് വരും. അതാണ് ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എന്ന് ശരിക്കും അവിടെ പറയുന്നത്. അപ്പോ നിയമനിർമ്മാണം നടത്തുന്നതിന് ഇവർക്കൊരു പക്ഷേ നിയമം നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. ബട്ട് അവിടെയാണ് പറയുന്നത് ദീസ് പീപ്പിൾ, അവര് എന്താ പറയണ്ട, വെൽഫെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിയമനിർമ്മാണത്തിനോ അതിനകത്തൊരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് റെക്കമെൻഡേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ്
ഇന്റഗ്രൽ വ്യൂവിന് അതിന്റെ കീ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് നമുക്കറിയാം, ഇപ്പൊ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്കോപ്പ് തന്നെയാണ് ഇതിനുള്ളത്. അതായത് സോഷ്യൽ വർക്കിന്റെ എല്ലാ മേഖലയിലും ഇന്റഗ്രൽ വ്യൂ അതിന്റെ ഒരു പെർവ്യൂവിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എന്താണ്? knowledge from psychology, knowledge from sociology, from economics, from political science, ഇവിടെ നിന്നൊക്കെയുള്ള നോളജ് എടുത്ത് ആണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. സൈക്കോളജി അതിനകത്തൊരു ഫാക്ടറാണ്, സോഷ്യോളജി അതിലൊരു ഫാക്ടറാണ്, എക്കണോമിക്സ് അതിനകത്തൊരു വലിയ ഫാക്ടറാണ്, ആൻഡ് പൊളിറ്റിക്സ് അതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ ഈ ഇത്രയും അധികം കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇവിടെ എടുക്കുന്നുണ്ട്. ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് നമ്മുടെ പ്രീവിയസ് വ്യൂവിൽ അത് വരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഫോക്കസ് ഓൺ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇമ്പാക്ട്. അപ്പൊ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പം അത് നടപ്പാക്കിയെടുക്കുക, ആൻഡ് എന്ത് ഇമ്പാക്റ്റ് ആണ് അതിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളത്. അപ്പൊ സോഷ്യൽ വെൽഫെയർ പോളിസീസ് ആൻഡ് സർവീസസ് അത് ശരിക്കും ആ ഒരു സൊസൈറ്റിയുടെ ആവശ്യങ്ങളെ എന്താ പറയേണ്ടത്, നിറവേറ്റാനായിട്ട് അതിന് സാധിച്ചോ, ഒരു ലോങ് ടേം ഇമ്പാക്ട്, ഒരു പോസിറ്റീവ് ഇമ്പാക്ട് അതിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചോ എന്നുള്ളതൊക്കെ ഫോക്കസ്ഡ് ആണ് ഈ ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക്. ആൻഡ് ദെൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കൊളാബറേഷൻ ഇവിടെ ഉണ്ടാകും. അപ്പോ എന്താ പറയേണ്ടത്, ദേ വിൽ ബി പാർട്ട്ണർഷിപ്സ് ഫ്രം ഗവൺമെന്റൽ, നോൺ ഗവൺമെന്റൽ, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, ഇതിന്റെ ഒക്കെ ഒരു കൊളാബറേഷൻ ഇതിനകത്ത് ഇവിടെ വരും എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു സമ്മറി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇന്റഗ്രൽ വ്യൂ എന്തുകൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആകുന്നത്, അപ്പൊ കുറച്ച് അഡീഷണൽ ഫാക്ടേഴ്സ് ഈ ഇന്റഗ്രൽ വ്യൂവിന് ഇവിടെ ഉണ്ട്. ഒന്ന്, അതിന്റെ ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ. പിന്നെ മറ്റൊന്ന്, അതിന് ഓൾറെഡി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അവിടെ ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഇന്റഗ്രൽ വ്യൂവിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ആൻഡ് പബ്ലിക് റിലേഷൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, അപ്പൊ അതായത് എൻഗേജസ് ദ പബ്ലിക് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പബ്ലിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ആ കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് കണക്കാക്കാം. ആൻഡ് റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ, അപ്പൊ റെഗുലർ ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുന്ന ആ ഒരു സോഷ്യൽ പ്രോഗ്രാംസ് അത് എന്തുമാത്രം നന്നായി വന്നു അല്ലെങ്കിൽ എന്തുമാത്രം നന്നായില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് റെഗുലർ ആയിട്ട് നടക്കുന്നു എന്നുള്ളത് പറയാം. അപ്പൊ ക്വിക്ക് ആയിട്ട് ഈ ഒരു രണ്ട് വ്യൂസും നിങ്ങളുടെ നോട്ട്സിൽ ഓൾറെഡി ഞാൻ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിൾ. ഐ വിൽ ജസ്റ്റ് ഷോ യു ദ ടേബിൾ ഹിയർ. തന്നെ ഈ ഒരു രണ്ട് വ്യൂസിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ടുള്ള, അപ്പോ ദിസ് ഇസ് ദ POSDCORB വ്യൂ ആൻഡ് ദിസ് ഇസ് ദ ഇന്റഗ്രൽ വ്യൂ. അപ്പൊ അതിന്റെ ഫോക്കസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാനേജറിയൽ എഫിഷ്യൻസിയിലാണ് അതിന്റെ ഫോക്കസ്. എന്നാൽ ഇവിടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് ടു സോഷ്യൽ ഇഷ്യൂസ്. അപ്പൊ അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, സ്കോപ്പ് ഇസ് നാരോ ഹിയർ, ഇവിടെ സ്കോപ്പ് ബ്രോഡ് ആണ്, അല്ലെ? ഇപ്പൊ ഇവിടെ ആ ഒരു ഓർഗനൈസേഷനെ മാത്രം ഫോക്കസ്ഡ് ആയിട്ടാണ് ഈ ഒരു മാനേജറിയൽ ഫോക്കസ് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ ബ്രോഡ് ആ ഒരു സൊസൈറ്റി അറ്റ് ലാർജ് കംപ്ലീറ്റ് ഒരു ഫോക്കസ് അവിടെ വരുന്നുണ്ട്. ആൻഡ് ഫങ്ഷൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ മാത്രമാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് സോഷ്യൽ പ്രോബ്ലം സോൾവിങ് ആണ്, ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവിടെ എടുക്കുന്നു. നമ്മൾ നേരത്തെ നോക്കിയല്ലോ. ആൻഡ് ഇതിന്റെ എംഫസിസ് എന്ന് പറയുന്നത് കൂടുതലും ഗവൺമെന്റ് പ്രോഗ്രാംസിന്റെ എക്സിക്യൂഷൻ ആയിരിക്കും ഈ ഒരു വ്യൂ എടുക്കുമ്പോൾ. കാരണം അവിടെ ഇറ്റ് ജസ്റ്റ് ഹാസ് ടു ബി മാനേജ്ഡ് എന്നുള്ളതാണ്. ആൻഡ് ഈ ഇന്റഗ്രൽ വ്യൂ എടുക്കുമ്പോഴത്തേക്ക് സോഷ്യൽ ഇഷ്യൂസിന്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു പ്രശ്നം പരിഹാരം എന്നുള്ളത്. ഇവിടെ കൊളാബറേഷന് ഉള്ള സാധ്യത വളരെ ലിമിറ്റഡ് ആണ്. ഇവിടെ ഹൈ പോസിബിലിറ്റീസ് ആണ് കൊളാബറേഷന് ഇന്റഗ്രൽ വ്യൂവിന്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കിയ ഇന്റർ ഡിസിപ്ലിനറി, ഇത് മിനിമൽ ഇന്റർ ഡിസിപ്ലിൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫൗണ്ടേഷൻ തന്നെ ഇതിനകത്ത് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ POSDCORB എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ആ ഒരു ഫങ്ഷണൽ ആസ്പെക്ട്സ്, വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷണൽ ആസ്പെക്ട്സ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്.
പക്ഷേ ഇന്റഗ്രൽ വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രോഡർ അപ്രോച്ച് തന്നെയാണ് ആ സോഷ്യൽ ഇഷ്യൂസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. ഈ ഒരു ഡിഫറൻസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിനു മുന്നേ ഞാനൊരു ക്വസ്റ്റ്യൻ എവിടെയോ കണ്ടിരുന്നു, പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിന്റെ സ്കോപ്പ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു അവിടെ വന്നിരുന്നത്. അപ്പോ ഇത് ആണ് മാനേജ്മെന്റ് ആണ് അവിടെ പ്രധാന ഉദ്ദേശമെങ്കിൽ ഏത് വ്യൂ ആണ് അവിടെ എടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു അതിന്റെ ആ ഒരു ചോദ്യം. സോ ഇപ്പൊ നമുക്കറിയാം മാനേജിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ദിസ് വ്യൂ, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. ഈ വേർഡ് വിട്ടുപോകരുത്, ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് ഓവറോൾ അതിനെ പരിഹരിക്കുന്ന ഒരു അപ്രോച്ച് ആണ് ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് വി വാണ്ട്. ഓക്കെ, റൈറ്റ്. സോ അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു സ്കോപ്പാണ് നമ്മളിപ്പോ ഒന്ന് ഡിസ്കസ് ചെയ്തത്. നൗ വി വിൽ ലുക്ക് ആറ്റ് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ തന്നെ ആസ് എ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ ഇസ് ആക്ച്വലി ഒരു ഫോർമൽ മെത്തേഡ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഇതിനെ സോഷ്യൽ വർക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇതിനകത്ത് നമുക്ക് കാണാം സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അതിനകത്ത് കൊണ്ടുവരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രൊഫഷന്റെ എത്തിക്കൽ വാല്യൂസ്, പ്രൊഫഷണൽ വാല്യൂസ് അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഈ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അധികം അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഇസ് ടു ഓർഗനൈസ്, ടു ഡയറക്റ്റ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിന്റെ ഇവാലുവേഷൻ നടത്തുക. ആൻഡ് എന്താ പറയേണ്ടത്, വ്യക്തികളുടെയും കമ്മ്യൂണിറ്റീസിന്റെയും ഒരു ബെറ്റർമെന്റിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഫോക്കസ് എന്ന് പറയുമ്പോൾ ആ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിൽ മാത്രമല്ല, മാനേജ്മെന്റിന്റെ ആ ഒരു ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, പക്ഷെ അതിനകത്ത് എത്തിക്സും വരുന്നുണ്ട്, പ്രൊഫഷണൽ വാല്യൂസും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ മെത്തേഡ് എന്ന നിലയിൽ എന്തൊക്കെ കീ കമ്പോണൻസ് ഇതിനകത്തുണ്ട് അല്ല ഇതിനകത്ത് വരും എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു കീ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇസ് ദ പ്ലാനിങ്. അപ്പൊ ഈ പ്ലാനിങ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ഈ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ഒരു സ്റ്റേജിലാണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റേജിലാണ് എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നത് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു സ്റ്റേജിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് എന്നും കൂടെ ഈ ഒരു പ്ലാനിങ് സ്റ്റേജിൽ നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇസ് ദി ഓർഗനൈസിങ് സ്റ്റേജ്. അപ്പൊ ആ പ്ലാൻസ് എല്ലാം ചെയ്ത് ഒന്ന് ഇഫ് ഓൾ ദ പ്ലാൻസ് ആർ ഇൻ പ്ലേസ്, ശരിക്കും ഓർഗനൈസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യമായ എല്ലാ റിസോഴ്സസും എന്താ പറയേണ്ടത് ഒരൊറ്റ സ്ഥലത്ത് കൊണ്ടുവരിക. അതിനകത്ത് ഹ്യൂമൻ റിസോഴ്സസ് വരാം, ഫിനാൻഷ്യൽ റിസോഴ്സസ് വരാം, ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് വരാം. അപ്പൊ ഈ 3 റിസോഴ്സസിന്റെയും ഡിഫറൻസ് നമ്മൾ ശരിക്കും അതിനകത്ത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡിസൈനിങ് ദ ഏജൻസി സ്ട്രക്ചർ. അപ്പോ ആ ഒരു വെൽഫെയർ എന്താ പറയേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ഏത് ഏജൻസിയാണ് അത് ചെയ്യുന്നത്, ആ ഒരു ഏജൻസിയുടെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരിക, ഓരോരുത്തരുടെയും റോൾസ് ഡിഫൈൻ ചെയ്യുക. ആൻഡ് റോൾസ് ഡിഫൈൻ ചെയ്യുമ്പോഴാണ് അക്കൗണ്ടബിലിറ്റി വരുന്നത്, അല്ലെ? ഇഫ് ഐ ആം, എന്റെ റോൾ എന്ന് പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക, അതാണ് എന്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് എൻഷുവേഴ്സ് എഫിഷ്യന്റ് റിസോഴ്സ് യൂസ് ആൻഡ് ക്ലിയർ റോൾ അണ്ടർസ്റ്റാൻഡിങ് എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ആ റോൾസ് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റോൾസ് കൃത്യമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതിനകത്ത് സോഷ്യൽ വർക്കേഴ്സ് വരും, വോളണ്ടിയർ എന്താണ് അവരുടെ റോൾ എന്നുള്ളത് മനസ്സിലാക്കുന്ന, ആൻഡ് ഗവൺമെന്റ് ബോഡീസ്, NGOs ഓരോരുത്തർക്കും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ്. ഇപ്പം പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കഴിഞ്ഞ അടുത്ത നമുക്ക് വരുന്നത് സ്റ്റാഫിംഗ് ആണ്. അപ്പൊ സ്റ്റാഫിംഗിൽ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ റിക്രൂട്ടിംഗ്, സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് മാനേജിങ് പേഴ്സണൽ, അതാണ് സ്റ്റാഫിംഗിൽ ശരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ സ്റ്റാഫിന്റെ ഒരു കമ്പീറ്റൻസ് ഉറപ്പുവരുത്തുക.
ആൻഡ് ഈ സോഷ്യൽ വർക്കിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, അല്ലെ? മറ്റൊരു വേറൊരു മേഖലയിൽ ജോലി ചെയ്യുന്നത് പോലെയല്ല ഈ ഒരു മേഖലയിൽ ജോലി എന്ന് പറയുന്നത്. അപ്പോ മോട്ടിവേഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇവിടെ ഈ മാനേജർ അവരുടെ കമ്പീറ്റൻസ് ഉറപ്പുവരുത്തണം, അറ്റ് ദ സെയിം ടൈം അവർ മോട്ടിവേറ്റഡ് ആണ് എന്നുള്ളതും ഉറപ്പുവരുത്തണം എന്നുള്ളത്. അപ്പോൾ അവർ സാധാരണഗതിയിൽ ഒരു വ്യക്തി മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴാണ്? ആ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ സ്കിൽസും ഉണ്ട് എന്ന് ആ വ്യക്തിക്ക് ബോധ്യം ഉള്ളപ്പോഴാണ് മോട്ടിവേഷൻ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൺഗോയിങ് ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എന്താ പറയണ്ടേ, ഈ ഒരു സോഷ്യൽ വർക്കിൽ. കാരണം സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് തന്നെ ഭയങ്കര ഡൈനമിക് ആണ് ആൻഡ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പം എന്താ പറയണ്ടേ, കഴിഞ്ഞ വർഷം നമ്മളൊരു പ്രോജക്റ്റ് ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിലായിരിക്കും അതേ പ്രോജക്റ്റ് അതേ സാഹചര്യത്തിൽ അടുത്ത തവണ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുന്നത്. സോ അതിനകത്ത് പുതിയ പുതിയ സംഗതികൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓൺഗോയിങ് ഡെവലപ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഒരു ഫംഗ്ഷൻ ഇസ് ഡയറക്റ്റിംഗ്. ഇപ്പൊ ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് സ്റ്റാഫ്. അവർ എന്താണോ അവരുടെ ആ ഒരു ഗോൾസ്, ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ്, ആ ഒരു ഗോൾസ് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ വർക്ക് ഒരു മെത്തേഡ് എന്ന നിലയിൽ നമ്മൾ നോക്കിയാണ് ഇവിടെ. ആൻഡ് പിന്നെ വരുന്നത് കോർഡിനേറ്റിംഗ്. അപ്പൊ കോർഡിനേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ എന്താ പറയേണ്ടത്, ആക്ടിവിറ്റീസും റിസോഴ്സസ്. ഇപ്പൊ റിസോഴ്സസ് എന്ന് പറയുമ്പം ഫിനാൻഷ്യൽ റിസോഴ്സസ് വരും, മെറ്റീരിയൽ റിസോഴ്സസ് വരും, ഹ്യൂമൻ റിസോഴ്സസ് വരും. ഇത് മൂന്നും വരും റിസോഴ്സസിന്. ആൻഡ് എഫേർട്സ് അക്രോസ് ഡിപ്പാർട്ട്മെന്റ്സ്, ഏജൻസീസ് ആൻഡ് ടീംസ്. ഓരോ ഓർഗനൈസേഷനിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും. ആ ഈ ഡിപ്പാർട്ട്മെന്റ്സ് തങ്ങളിൽ സിങ്ക്രണൈസ്ഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് എല്ലാം ചെയ്തെടുക്കുക. അതാണ് കോർഡിനേറ്റിംഗ്, അതിന്റെ മറ്റൊരു പ്രോസസ്സിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദെൻ കംസ് റിപ്പോർട്ടിംഗ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് ഡോക്യുമെന്റ് ചെയ്യുന്ന ആൻഡ് എന്താ പറയേണ്ടത്, ആ ഒരു പ്രോഗ്രാം അതിന്റെ പെർഫോമൻസിന്റെ ഒരു ഇവാലുവേഷൻ അവിടെ നടത്തുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുത്താനായിട്ട് കഴിയും. അതിനാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദ ബഡ്ജറ്റിംഗ്. അപ്പം സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഒരു മെത്തേഡ് എന്ന നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴാമത്തെ സംഗതി അതിനകത്ത് ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ അതിൽ പ്ലാനിങ് ആൻഡ് മാനേജിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ സസ്റ്റൈനബിൾ എഫിഷ്യന്റ് പ്രോഗ്രാംസ് എന്നുള്ള. അപ്പൊ ബഡ്ജറ്റിംഗ് നടത്തുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെ? അതിനകത്ത് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറീസ് നോക്കണം, ഇൻഫ്രാസ്ട്രക്ചറിന്റെ കോസ്റ്റ് ഇതിനകത്ത് നോക്കണം, ആൻഡ് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ്, അതിനെല്ലാം പൈസ മാറ്റി മാറ്റി വെക്കണം, അല്ലെങ്കിൽ പൈസ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ വർക്കിന് എങ്ങനെയാണ് പൈസ കണ്ടെത്തുന്നത്? പ്രോബബ്ലി ത്രൂ ഗ്രാന്റ്സ്, ഡൊണേഷൻസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസേഷൻസുമായിട്ടുള്ള പാർട്ട്ണർഷിപ്സിലൊക്കെ ഇവിടെ അവർക്ക് എന്താ പറയേണ്ടത്, ഫണ്ട്സ് സെക്യൂർ ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അതൊരു പ്രോസസ് എന്ന നിലയിൽ പോകുമ്പോഴത്തേക്ക് സോഷ്യൽ വർക്ക് റിസർച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ടാണ് ഈ റിസർച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരുന്നത്, ആ ഡേറ്റ അനലൈസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുമ്പോഴാണ് ആ നിലവിലെ പ്രോഗ്രാം എഫക്റ്റീവ് ആയിരുന്നോ, നല്ലതായിരുന്നോ, അതിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ പോപ്പുലേഷൻ പൊതുജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവര് ഈ ഒരു പ്രോഗ്രാമിലൂടെ നടത്തിയിട്ടുള്ള ഇന്റർവെൻഷന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത് പഠിക്കുക. ആൻഡ് പോളിസീസിൽ മാറ്റം വരുത്തണമെങ്കിൽ പോളിസി റിഫൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള എന്താ പറയണ്ട സജഷൻസ് അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ആൻഡ് ദെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ആക്ഷൻ റിസർച്ച്. So action research addresses specific community issues with evidence based, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അവിടെ വരുന്നത്. അപ്പം ആക്ഷൻ റിസർച്ച് നമുക്കറിയാം, ആക്ഷൻ റിസർച്ച് എപ്പോഴൊക്കെയാണ് നടത്തുന്നത്? നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കണം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ ഒരു ആക്ഷൻ റിസർച്ച് ശരിക്കും അവിടെ കൊണ്ടുവന്ന് അതിനൊരു സൊല്യൂഷൻ അവിടെ കണ്ടെത്തുന്നത്, അല്ലെ? അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്.
അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. എവിഡൻസ് ബേസ്ഡ്, അതാണ് ഈ ഡേറ്റ ആക്ട്സ് ആസ് ദ എവിഡൻസ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ്. അപ്പോ എന്താ പറയേണ്ടത്, കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ്, അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളത് വേണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആൻഡ് ദെൻ കംസ് ദ സോഷ്യൽ വർക്ക് ആക്ഷൻ. സോഷ്യൽ വർക്ക് ആക്ഷൻ എന്ന് പറയുന്നതും ഈ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കമ്പോണന്റ് തന്നെയാണ്. അവിടെയാണ് ആ അഡ്വക്കേസി, പോളിസി ഡെവലപ്മെന്റ്, ഡയറക്റ്റ് ഇന്റർവെൻഷൻ ഒക്കെ വരുന്നത്. എന്താ പറയേണ്ടത്, ആ ഒരു സിസ്റ്റത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസ് പരിഹരിക്കുന്നതിന് സിസ്റ്റമിക് സോഷ്യൽ ഇഷ്യൂസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോ എന്താ പറയണ്ടത്, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പലപ്പോഴും ഈ ഒരു സോഷ്യൽ ആക്ഷൻ എങ്ങനെയാണ് അവര് ഇത് നടത്തിയെടുക്കുന്നത്, അവര് കമ്മ്യൂണിറ്റീസിനെ മൊബിലൈസ് ചെയ്യുന്ന, അല്ലെ കമ്മ്യൂണിറ്റീസിൽ നിന്ന് അവര് ഇൻഫർമേഷൻ അവര് നേടിയെടുത്തിട്ട് എന്താണോ ഒരു ചേഞ്ച് വരുത്തേണ്ടത്, ആ ഒരു ചേഞ്ച് ഒരു പോളിസിയുടെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ആ ഒരു പോളിസി മാറ്റുക എന്നുള്ള ആ ഒരു സംഗതിയിലേക്ക്, അവിടെയാണ് പോളിസി അഡ്വക്കേസി. ഇല്ലെങ്കിൽ ഒരു പോളിസി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പുതിയ പോളിസി അവിടെ കൊണ്ടുവരിക പ്രത്യേകിച്ച്. അപ്പൊ അവരുടെ ഫോക്കസ് മുഴുവനും നിൽക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ ഇൻജസ്റ്റിസ് നിലനിൽക്കുന്നുണ്ടോ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ പോളിസി അഡ്വക്കേസിയാണ് ശരിക്കും നടത്തുന്നത്. ആൻഡ് ഈ സോഷ്യൽ വർക്ക് ആക്ഷൻ എന്ന് പറയുന്നത് ദിസ് ഇസ് എ പ്രൊആക്റ്റീവ് റോൾ ഇൻ പ്രൊമോട്ടിങ് സോഷ്യൽ ചേഞ്ച്. അത് അവര് പ്രൊആക്റ്റീവ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് ഈ ഒരു എന്താ പറയണ്ട സോഷ്യൽ വർക്ക് ആക്ഷൻ എന്ന് പറയുന്നത്. അത് മെയിൻലി എങ്ങനെയാണ്, ബൈ അഡ്രസ്സിംഗ് റൂട്ട് കോസസ് ഓഫ് സൊസൈറ്റൽ ഇഷ്യൂസ്, നോട്ട് ജസ്റ്റ് സിംറ്റംസ് എന്ന് ഇവിടെ പറയുന്നത്. സിംറ്റംസ് എന്താണ്, സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലഡ് ഉണ്ടായി, സോ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ ആ സ്ഥലം നശിക്കുന്നു, ആൾക്കാരുടെ വീടുകൾ പോകുന്നു, ആൾക്കാർ ഹോംലെസ് ആകുന്നു, ദോസ് ആർ ദ സിംറ്റംസ്. അപ്പോ അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പക്ഷേ അവിടെ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിയെ എന്താ പറയേണ്ടത് വിരൂപമാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തികൾ അവിടെ നടന്നിട്ടുണ്ടാകും. നമ്മൾ ഈ വയനാടിന്റെ കേസിൽ അങ്ങനെ നമ്മൾ കേട്ടതല്ലേ, മൈനിങ് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. മൈനിങ് അല്ലല്ല, പാറ പൊട്ടിക്കുന്ന ക്വാറി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേട്ടിരുന്നു. അപ്പൊ അതൊക്കെയാണ് അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റൂട്ട് കോസ് ആണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അതിന്റെ സിംറ്റംസിനെ പരിഹരിക്കുകയല്ല. സിംറ്റംസിനെ പരിഹരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. വീട് പോയോ, ഓക്കെ, താമസിക്കാനുള്ള സ്ഥലം, അതാണ് സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ. സോഷ്യൽ വർക്ക് ആക്ഷന്റെ ഒരു സംഗതി ഒരു പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ഒരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. റൈറ്റ്. ഇനി സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട ടാസ്ക് എന്തൊക്കെയാണ്? ഇതിനി ഒരു റെപ്പറ്റിഷൻ പോലെ നമുക്ക് തോന്നും. കാരണം സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മളിപ്പം നോക്കി ഈ ഓരോ സംഗതി. അപ്പൊ ഇതൊക്കെ ഓരോ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട ടാസ്കുകളാണ്. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് ആ ഒരു ടാസ്ക് എന്ന നിലയിൽ നമുക്കൊന്ന് നോക്കാനാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പോളിസി ഡെവലപ്മെന്റ്. അപ്പൊ പോളിസിയുടെ ഡിസൈനിങ്ങില് ആൻഡ് പോളിസിയുടെ ഇംപ്ലിമെന്റേഷനില് ആൻഡ് പോളിസീസിന്റെ ഇവാലുവേഷൻ, ഇത് മൂന്നും അവരുടെ സ്കോപ്പിൽ വരുന്നു. സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ സ്കോപ്പിൽ ഇത് മൂന്നും വരുന്നു എന്നുള്ളതാണ്. അപ്പൊ പോളിസിയുടെ ഡെവലപ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പ്രോഗ്രാം തന്നെ ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പൊ അതിനാദ്യം ആ ഒരു സൊസൈറ്റിയുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എവിടെയാണ് അവർക്കൊരു ചേഞ്ച് ആവശ്യമായിട്ടുള്ളത്, അപ്പൊ അതിന് റിസർച്ച് നടത്തണം, ഡേറ്റ ഉപയോഗിക്കാം, ആൻഡ് എന്താ പറയേണ്ടത്, കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആ ഒരു സൊസൈറ്റിയിൽ ഇറങ്ങിച്ചെന്ന് ഉള്ള ഒരു കൺസൾട്ടേഷൻ ആണ് നടത്തുന്നതെന്ന് വേണമെങ്കിലും പറയാം. ആൻഡ് ദെൻ അവര് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് ഫൈനലി ഇംപ്ലിമെന്റേഷൻ ആൻഡ് മോണിറ്ററിങ്. അത്രയാണ് പ്രോഗ്രാം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത്. വീണ്ടും സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന വ്യക്തി ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട മറ്റൊരു സംഗതിയാണ് ഈ മൂന്ന് റിസോഴ്സസും, ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഇവിടെ ഇത് മൂന്നാമത്തെ ഒരു റിസോഴ്സ് അല്ല പറയുന്നത്, ഇവിടെ പറയുന്നത് എന്താണ്, മാക്സിമൈസിങ് റിസോഴ്സ് യൂസ് എന്നുള്ളതാണ്. അപ്പോ
ആ ഒരു റിസോഴ്സ് അലൊക്കേഷൻ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവിടെ നടത്തണം. കാരണം സോഷ്യൽ വർക്കിൽ എപ്പോഴും റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഒത്തിരി അധികം റിസോഴ്സ് അവർക്കില്ല, റിസോഴ്സ് ലിമിറ്റഡ്. അപ്പൊ ഏറ്റവും ഏർജന്റ് ആയിട്ട് എന്താണോ അവർക്ക് പരിഹരിക്കേണ്ടത് അതിനെ ആദ്യം പരിഹരിച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് കണ്ടെത്തി എന്താ പറയണ്ടേ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ബഡ്ജറ്റിനെ ഒരുപാടധികം ബഡ്ജറ്റിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താതെ പൈസ ചിലവാക്കി പോവുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ കംസ് ദ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. സി, കോൺഫ്ലിക്ട് എവിടെയും ഉണ്ടാകാം അല്ലേ? അപ്പോ കോൺഫ്ലിക്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സോഷ്യൽ വർക്കേഴ്സ് തങ്ങളിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകാം. ഇനി അതും അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഈ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, ആ ഒരു സൊസൈറ്റിയുമായിട്ട് വർക്കേഴ്സിന് ഒരു കോൺഫ്ലിക്ട് ഉണ്ടായെന്ന് വരാം. അപ്പൊ എന്ത് തരത്തിലുള്ള കോൺഫ്ലിക്ട് തന്നെ ആയിരുന്നാലും ഈ കോൺഫ്ലിക്ട് ഉണ്ടായി എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്. അപ്പോ അവർക്ക് എപ്പോഴും ദേ ഷുഡ് ഹാവ് എൻ ഓപ്പൺ ഐ ആൻഡ് എൻ ഓപ്പൺ ഇയർ എന്നുള്ളത്. ആൻഡ് അവര് ഒരുപാടധികം മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് ഇതിനെ സോൾവ് ചെയ്യണം. കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അതിനകത്ത് നെഗോസിയേഷൻ വരാം, കൺസിലിയേഷൻ വരാം, ആൻഡ് ആർബിട്രേഷൻ ടെക്നിക്സും ഇവിടെ യൂസ് ചെയ്യാം. ഈ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഒരു പോസിറ്റീവായിട്ട് എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഒരു പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ആ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകുമല്ലോ ഈ ഒരു സോഷ്യൽ വർക്ക് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ. ഈ പല ഡിപ്പാർട്ട്മെന്റ്സിലുള്ള വ്യക്തികളും എല്ലാവരും അവരുടെ ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യം. ഓക്കെ. സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ മറ്റൊരു പണിയാണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് റിലേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക്കലി വി ക്യാൻ സി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് അവർ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ സോഷ്യൽ വർക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആ വ്യക്തികളുണ്ട്. ആൻഡ് ആരൊക്കെയാണോ ഈ ഒരു സോഷ്യൽ വർക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത്. അപ്പോ ബെനിഫിഷ്യറീസ് ഉണ്ട്, ഡോണേഴ്സ് ഉണ്ട്, പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ പാർട്ട്ണർ എന്ന് പറയുന്നത് എന്താണ്? ഒരു 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 ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം ഒരുപക്ഷെ വന്നിട്ട് പറയുന്നത് യെസ് ഞങ്ങൾ അതിൽ പങ്കുചേരാം, ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ ഫൈനാൻസിന്റെ 80% ഞങ്ങൾ തരാം. അപ്പൊ ദേ ബിക്കം എ പാർട്ട്ണർ. അപ്പൊ അതിന്റെ സക്സസ് സ്റ്റോറി അവർക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് പാർട്ട്ണർ ആകുമ്പോഴത്തേക്ക് വരുന്നത്. ആൻഡ് ദെൻ എൻഗേജിങ് വിത്ത് ദ കമ്മ്യൂണിറ്റി. അപ്പം പബ്ലിക് ഇവന്റ്സ് കണ്ടക്ട് ചെയ്യണം, അവയർനെസ് ക്യാമ്പയിൻസ് നടത്തണം. ആൻഡ് ദേ ഹാവ് ടു, ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടല്ലേ, ആ ഒരു ഓർഗനൈസേഷന്റെ മിഷൻ എന്താണെന്നുള്ളത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാം. അപ്പൊ കമ്മ്യൂണിറ്റി, പൊതുജനവുമായിട്ടുള്ള എൻഗേജ്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പൊതുജനവുമായിട്ടുള്ള എൻഗേജ്മെന്റ് പോസിറ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചാല് അവർക്ക് ഫണ്ട് റേസിംഗ് നടത്താനായിട്ട് കഴിയും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു അഡ്വക്കേസി നടത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് റിലേഷൻ ഒരു പ്രധാനപ്പെട്ട റോൾ ഇവിടെയുണ്ട് ഈ റിസോഴ്സസ് മൊബിലൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിനായിട്ട്. ആൻഡ് ദെൻ ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതെന്താണ്? എപ്പോഴെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ട് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്രശ്നം സംഭവിച്ചു എന്നുള്ളത് മേ ബി വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ഓർഗനൈസേഷൻ എടുത്ത ഒരു മിസ്കാൽക്കുലേഷൻ നടന്നു ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സിയിലേക്ക് വന്നു പെട്ടു. അപ്പൊ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് എന്താ പറയേണ്ടത്, അത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി അല്ലെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ നിലനിർത്തി കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷനിലുണ്ടായ ഡാമേജ് ഇല്ലാതാക്കി കൊണ്ടുവരേണ്ടത് അവരുടെ ജോലിയാണ്. ഓക്കെ. സോ ഇത്രയാണ് ഈ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യേണ്ട ഓരോ പ്രവൃത്തികൾ. സോ നമ്മൾ നോക്കിയതെന്ന് പറഞ്ഞാൽ വി ലുക്ഡ് അറ്റ് ആ ഒരു സോഷ്യൽ വർക്കിന്റെ കോൺസെപ്റ്റ്, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കി, അതിന്റെ സ്കോപ്പ്, 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കോപ്പ് നമ്മൾ നോക്കി. സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഒരു മെത്തേഡ് എന്ന നിലയിൽ നമ്മൾ നോക്കി. അപ്പോൾ സോഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ഇതിനകത്ത് 2 പോയിന്റ്സും കൂടിയാണ് ഈ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷനകത്ത് നമുക്കുള്ളത്. ഒന്ന് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ്. അപ്പോ
പിന്നെ മറ്റൊന്ന് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ്. അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. സോ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ മീ? നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്തതനുസരിച്ച് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഇതിനകത്തോ, അതല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആൻഡ് മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താ പറയണ്ടേ, ഈ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്തവർ സ്പെസിഫിക്കലി നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മോഡൽ എക്സാംസ് വളരെ കുറച്ച് പേരെ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം മോഡൽ എക്സാംസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ആ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ മോഡൽ എക്സാം മാക്സിമം അറ്റൻഡ് ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ എന്താ പറയണ്ട, മാക്സിമം ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അല്ലെ, മാക്സിമം ക്വസ്റ്റ്യൻസിലായിട്ടാണ് നമുക്ക് ആ ഒരു എക്സ്പോഷർ വേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യനായിട്ടുള്ള എക്സ്പോഷർ വരുമ്പോഴത്തേക്ക് യു വിൽ ബി ഏബിൾ ടു ബി ബെറ്റർ ഇൻ വാട്ട് എവർ യു സ്റ്റഡി. ഓക്കെ, സോ പീപ്പിൾ, എനി ക്വസ്റ്റ്യൻസ് നൗ? നിമി, റാങ്ക് ലിസ്റ്റ് ഇടാം, റാങ്ക് ലിസ്റ്റ് ഇടാം. ഇന്ന് ഞാൻ രാത്രി ഇതുവരെ നടന്ന ടെസ്റ്റുകളുടെ എല്ലാം റാങ്ക് ലിസ്റ്റ് ഞാൻ ഇടാം. ഓക്കെ.